സഹൃദയരെ, കലാസ്നേഹികളെ, നിങ്ങൾക്കേവർക്കും ചിലങ്ക തിയേറ്റേഴ്സിന്റെ സ്നേഹമുണ്ട്. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിലെ ആശങ്കകളും സങ്കടങ്ങളും ഒക്കെ മറന്ന് അല്പനേരം മനസ്സ് തുറന്ന് ചിരിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ചിലങ്ക തിയേറ്റേഴ്സ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഈ അവസരത്തിൽ അന്തരിച്ച അതുല്യ പ്രതിഭ ശ്രീ ശ്രീനിവാസനെ ആദരവോടെ സ്മരിക്കുകയാണ്. എല്ലാ മലയാളികൾക്കും ഒരുപിടി നല്ല ഓർമ്മകളും ചിന്തകളും സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയി. ഇനിയും ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ വാക്കുകളും ചിന്തകളും നമ്മുടെ ഫോണിൽ ജീവിക്കും. മലയാളി സ്വപ്നങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പാടുപിടിക്കുന്ന പോലെയാണ്. ചുറ്റിക്കൊണ്ട് ഒന്നടിച്ചു, രണ്ടടിച്ചു, മൂന്നടിച്ചു, ചിലപ്പോൾ 50ാമത്തെ അടി കൊണ്ടായിരിക്കും പാറ പൊട്ടുന്നത്. അപ്പൊ പാറ എങ്ങനെയാ പൊട്ടിയെന്ന് ചോദിച്ചാൽ 50ാമത്തെ അടി കൊണ്ട് മാത്രമാണ് പൊട്ടിയെന്ന് പറയാൻ പറ്റും. ഒരു ദിവസം ഏത് പാറയും പൊട്ടും. മരത്തിന്റെ ചില്ലയിലിരിക്കുന്ന പക്ഷി ഒരിക്കലും ആലോചിക്കുന്നില്ല താനിരിക്കുന്നത് ഉണങ്ങിയ ജില്ലയിലാണോ പച്ചപ്പുള്ള ജില്ലയിലാണോ എന്ന്. കൊമ്പടിയുമോ എന്നുള്ള പേടിയൊന്നും ആ പക്ഷിക്കുണ്ടാവില്ല. കാരണം അത് ആശ്രയിക്കുന്നത് താനിരിക്കുന്ന കൊമ്പിനെയല്ല, സ്വന്തം ചിറകിനെയാണ്. നാളെ പുറകോട്ട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക മൗനമായി കേട്ടിരുന്ന കാര്യങ്ങളാണ്, മെല്ലെ മെല്ലെ നടന്നുപോയ വഴികളാണ്. എല്ലാ ശബ്ദകോലാഹലങ്ങളും സമയങ്ങളും വിപ്ലവങ്ങളും ഒക്കെ അവസാനിക്കുന്നത് ഇതേ മൗനത്തിലാണ്. ഈ കഥ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഇതിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി യാതൊരു ബന്ധവും ഉള്ളതല്ല. അടുത്ത പല്ലോടുകൂടി നാടകം ആരംഭിക്കുകയാണ്. സ്റ്റേജിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ വെളിച്ചങ്ങളും അണച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെവരുടെയും സവിശേഷമായ ശ്രദ്ധയെ രീതിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടും അടുത്ത പല്ലിന് നാടകം ആരംഭിക്കുന്നു. DNA. മുഖങ്ങളിലേക്ക് ചരക്കു തിരിച്ചു. രാജേഷ്, ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട കാര്യം എന്തൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യണമാവോ. ഇലക്ഷൻ നടക്കാറാവുക. ഇവന്മാർക്ക് അവന്മാരുടെ പ്രതിച്ഛായ വെളുപ്പിക്കുകയും വേണം. അന്ന് ഉടായ്പയാണ് ഒരു കുറവില്ലതാണ്. നേരെ ഉച്ചയാകാറായി. ഈ കത്രീനെ എവിടെ പോയി കിടക്കുക? ഇനി പശുവിനെ കറന്നിട്ട് വേണോ ചായ ഇടാൻ? ചായ മഴയ്ക്ക് മുമ്പ് അങ്ങനെ എത്തിയില്ലെങ്കിൽ പുതുപ്പച്ചാന്റെ വകയിൽ നാശം വെള്ളപ്പൊക്കമായിരിക്കും. മോനായിപ്പോയി. ഭർത്താവായിരുന്നെ വായിലുള്ള പാസ്പോർട്ട് ഒട്ടിച്ചിരുത്താമായിരുന്നു. അമ്മേ ചായ എടി കാത്രീനെ, ചായക്ക് ഇത്രയും ബാഗിൻ്റെ ആവശ്യമുണ്ടോ?
ഒരാഴ്ചത്തേക്കുള്ള പാലാ നീ ഒറ്റ കപ്പി തീർത്തത്. അന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ അളവ് ക്ലാസ്സുകൾ എടുക്ക്. നാളെ തൊട്ട് ഞാനതിൽ അളന്നെടുക്കാം. ചേട്ടാ, ഈ കണക്കാണ് ആ ബ്രോക്കർ പാവല വരുമ്പോൾ നീ പാലൊഴിക്കണ്ട, കട്ടൻ കൊടുത്താൽ മതി. ഇതിയാന്റെ ഒരു പിശുക്ക്. നിങ്ങളൊന്ന് പോ മനുഷ്യ. അയാൾ വന്നെന്ന് തോന്നുന്നു. പാവാട വേണം, മേലാട വേണം, പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിരിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ താണ് നീ നമ്മക്ക്. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിരിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ താണ് നീ നമ്മക്ക്. വാ മോനെ, നമുക്ക് അകത്തോട്ടിരിക്കാം. വെറുതെ മഞ്ഞ് കൊള്ളണ്ട, പോരാത്തതിന് ചുറ്റും ശത്രുക്കളും. നോ പ്രോബ്ലം. എൻ്റെ കയ്യിൽ ഒത്തിരി ചെറുക്കന്മാരുണ്ട്. പക്ഷെ എനിക്ക് കുട്ടി കാണാൻ ഭയങ്കര തിരുത്തിയാണല്ലേ. എടീ കത്രീനെ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അയ്യോ, ഇതാണ് കുട്ടി. കുട്ടിക്ക് ഇച്ചിരി പ്രായമുണ്ടല്ലേ? അത് കുഴപ്പമില്ല. എൻ്റെ കയ്യിലെല്ലാം ടൈപ്പ് ചെറുക്കന്മാരുണ്ട്. ഒന്ന് പോടാ ചെക്ക, എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. അടിപൊളി. ഇത് കുട്ടിയല്ല, കുട്ടിയമ്മയാ. ഇന്ന് കിടങ്ങാൻ നേരത്തെ വെക്കടി. അയ്യോ സോറി അല്ലേ, ഞാൻ ഭയങ്കര മണ്ടസാണ്. അമ്മയെ കണ്ടുപോലെ ഞാൻ മോളാണ് ചിന്തിച്ചു. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ കുട്ടി എവിടെ പോയി? മോളെ, മോണിക്ക, ഹായ് ഗായ്സ്, ഇന്ന് എനിക്ക് ഒരു കല്യാണാലോചനയുമായി ഒരു ബ്രോക്കർ ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഹായ് ബ്രോ, നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? ഹായ്, ഇത് നമ്മുടെ ലോഹാന്റെ മലകാരല്ലേ? ഐ ആം യുവർ ബിഗ് ഫാൻ, യു നോ. വൗ, ദാറ്റ്സ് സോ ക്യൂട്ട്. ആ മതി മതി, നമുക്ക് കാര്യത്തിലോട് കിടക്കാം. എവിടെ ചെക്കന്മാർ? നോക്കട്ടെ.